അതെ, കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. പ്രവാസി ക്ഷേമനിധിയിൽ നിന്നും ലഭിക്കുന്ന പ്രതിമാസ പെൻഷൻ കുറഞ്ഞത് 5000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് പ്രവാസി ഫെഡറേഷൻ വടക്കാഞ്ചേരി മണ്ഡലം കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 60 വയസ്സ് കഴിഞ്ഞ നിരവധി പ്രവാസികൾക്ക് ക്ഷേമനിധിയിൽ ചേരാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉള്ളത്. അവർക്കും ക്ഷേമനിധിയിൽ ചേരുന്നതിന് നിയമത്തിൽ മാറ്റങ്ങൾ വരണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കൺവെൻഷൻ പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ MLAയുമായ ET ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പെൻഷനാണ് പ്രവാസികൾക്ക് ഇപ്പോൾ നൽകുന്ന സർക്കാർ. ഒരു മാസം 7000 രൂപ എന്ന് പറഞ്ഞാൽ നേരത്തെ സർക്കാർ ആഗ്രഹിച്ച ഒരു 10000 രൂപയിലേക്ക് എത്താൻ കഴിയുമോ എന്നൊക്കെയാണ്. പക്ഷെ അത് നടന്നിട്ടില്ല. എന്തായാലും ഇപ്പോൾ 7000 രൂപ വരെ ലഭിക്കുന്നു. അപ്പൊ 7000 രൂപ പെൻഷനിലേക്ക് വരണമെങ്കിൽ അയാൾക്ക് എന്ത് വേണ്ടി വരും? പ്രവാസി ക്ഷേമനിധിയിൽ മെമ്പർഷിപ്പ് വേണ്ടി വരും. അപ്പൊ പ്രവാസി മെമ്പർഷിപ്പ് അതിൽ ചേരാൻ വേണ്ടിയുള്ള സംഗതികൾ കാണണം എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അതുപോലെ നിരവധിയായിട്ടുള്ള സാന്ത്വനം എന്ന പേരായിട്ടുള്ള ചികിത്സ സംബന്ധിച്ച് 50,000 രൂപ വരെ ഒക്കെ കിട്ടുന്ന വിവിധ സ്കീമുണ്ട്. ആ സ്കീമുകളിലെല്ലാം ഇതിന്റെ ഭാഗമായി നമുക്ക് അപേക്ഷ കൊടുക്കാൻ കഴിയും, അത് ലഭ്യമാക്കാൻ കഴിയും. അത്തരം കാര്യങ്ങൾ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രവാസി ക്ഷേമനിധി പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തെ അധികരിച്ച് KK അബുബക്കർ ക്ലാസ് എടുത്തു. കൺവെൻഷനിൽ MS രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി ഷെയ്ഖ് സക്കീർ ഹുസൈൻ സ്വാഗതം പറഞ്ഞു. EM സതീശൻ, MR സോമനാരായണൻ, പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് VK സുലൈമാൻ, പ്രവാസി ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി A സജീവ്, സംസ്ഥാന കമ്മിറ്റി അംഗം KK മോഹനൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ഷെയ്ഖ് സക്കീർ ഹുസൈൻ പ്രസിഡന്റ്, രാധാകൃഷ്ണൻ MS വൈസ് പ്രസിഡന്റ്, KK അബുബക്കർ സെക്രട്ടറി, കമൽ കുട്ടൻ ജോയിന്റ് സെക്രട്ടറി, പരീദ് AM ട്രഷറർ എന്നിവരെ കൺവെൻഷൻ തെരഞ്ഞെടുത്തു. You are watching VCV News.